തൃശൂർ പീച്ചി ഡാമിലെ അപകടത്തിൽ മരണം രണ്ടായി. ചികിത്സയിലായിരുന്ന പട്ടിക്കാട് സ്വദേശി ആൻ ഗ്രേസ് ആണ് മരിച്ചത്. ഇന്നലെ അലീന എന്ന പെൺകുട്ടിയും മരിച്ചിരുന്നു. അപകടത്തിൽപ്പെട്ട 2 വിദ്യാർത്ഥികൾ ചികിത്സയിലാണ്. സൂരജ് സജിയാണ് തൃശൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. സൂരജ്, ഗുഡ് ഈവനിംഗ്. ഈ മരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ, മറ്റ് നടപടികൾ എന്തൊക്കെയാണ്? ക്രിസ്റ്റിന, മരണം രണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ വേദനിപ്പിക്കുന്ന വാർത്ത. ഇന്നലെ ഈ സമയത്താണ് ഈ 4 കുട്ടികൾ പീച്ചി ഡാമിലെ റിസർവെയറിലെത്തുന്നതും ഈ റിസർവെയർ കാണാനെത്തിയ കുട്ടികളിൽ ഒരാൾ കാൽ വഴുതി ഈ റിസർവെയറിലേക്ക് വീഴുന്നതും അവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് 3 പേർ കൂടി അപകടത്തിൽപ്പെടുന്നു. അങ്ങനെ 4 പേർ വെള്ളത്തിൽ മുങ്ങിത്താഴുകയായിരുന്നു. ഇത് കണ്ട ഒരു സുഹൃത്താണ് നാട്ടുകാരെ വിവരമറിയിക്കുന്നത്. പിന്നീട് ഈ കുട്ടികളെ 15 മിനിറ്റ് അകത്ത് തന്നെ രക്ഷിച്ച് ഈ ജൂബിലി മിഷൻ ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ ഇതിൽ 3 പേരുടെ നില ഇന്നലെ മുതൽ ഗുരുതരമായി തുടരുകയായിരുന്നു. അതിനിടയിലാണ് ഇന്ന് രാവിലെ ആദ്യ മരണം സംഭവിക്കുന്നത്. അലീന എന്ന പട്ടിക്കാട് സ്വദേശിയായിട്ടുള്ള 16 വയസ്സുകാരിയായിരുന്നു ഇന്ന് പുലർച്ചെ 1 മണിയോടുകൂടി മരിച്ചത്. അതിനുശേഷം ഒരു കുട്ടിയുടെ കൂടി നില ഗുരുതരമായി തുടരുന്ന ഒരു സാഹചര്യമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഉച്ചയ്ക്ക് 1:13 ആൻ ഗ്രേസ് എന്ന 16 വയസ്സുകാരി കൂടി മരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്ന ഐറിൻ, അതുപോലെ തന്നെ നിമ എന്നിങ്ങനെ 2 പേരുടെ നില ഗുരുതരമായി തുടരുകയാണെന്നുള്ളതാണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത്. നിലവിൽ ഈ തൃശൂർ മെഡിക്കൽ കോളേജിലെ അടക്കം വിദഗ്ധ ഡോക്ടർമാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള 5 അംഗ മെഡിക്കൽ ബോർഡാണ് നിലവിൽ ഇവരുടെ ചികിത്സയെല്ലാം തന്നെ നിയന്ത്രിച്ചു വരുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ 2 പേർക്ക് ജീവൻ നഷ്ടമാകുന്നതിലേക്ക് നയിച്ചിരിക്കുന്നത്. ഏറെ വേദനിപ്പിക്കുന്ന വാർത്തയാണ്. ഈ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് അടക്കം പൂർത്തിയായ ശേഷം ഈ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതെ, സുരേഷ് സജി, ഇപ്പോൾ ഇന്നലെ ഈ വാർത്ത വരുന്നു, നമ്മളെല്ലാവരും തന്നെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്ന വാർത്തയാണെങ്കിൽ പോലും ഒരല്പം ആശ്വാസം വന്നിരുന്നു ഹോസ്പിറ്റലിൽ നിന്ന്. ഇന്നലെ വിമൻസ് ഈവനിങ്ങിന്റെ സമയത്താണ് ഈ വാർത്ത വന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ആശ്വാസകരമാണോ എന്നൊരു തരത്തിലേക്കാണ് എത്തിയത്. പക്ഷെ പിന്നീട് മരണവാർത്തയാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഒരു പെൺകുട്ടി കൂടി മരിച്ചു എന്ന വിവരം. അതുമാത്രമല്ല, ഒരു കുട്ടിയുടെ ആരോഗ്യനില കുറച്ചൊരു ഗൗരവം ഉണ്ട് എന്നാണ് പറയുന്നത്. നമുക്ക് സൂരജിനോട് തന്നെ ആ കാര്യം, സൂരജ്, ഇന്നലെ മിനിസ്റ്ററൊക്കെ വന്ന് അവർ എല്ലാ വിധത്തിലുള്ള ക്രമീകരണങ്ങളും സജ്ജമാക്കിയിരുന്നു, വിദഗ്ധ സംഘം എത്തുന്നു, ആ രീതിയിൽ വളരെയധികം ആശ്വസിപ്പിച്ചിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ വാർത്ത വരുമ്പോൾ തീർച്ചയായിട്ടും വല്ലാതെ സങ്കടം തോന്നുന്നു. നമുക്ക് ആ മാതാപിതാക്കളുടെ ദുഃഖമൊക്കെ ആലോചിക്കാവുന്നതിനപ്പുറത്താണ്. ഈ മറ്റ് 2 കുട്ടികളുടെ ഒരു ആരോഗ്യനില അത് എങ്ങനെയാണ്, പിന്നെ യഥാർത്ഥത്തിൽ ഇത് വീണിട്ടുണ്ടായ മുറിവ്, അതിൻ്റെ അങ്ങനെയാണോ ഇവരുടെ ഈ 2 പേരുടെയും മരണത്തിലേക്ക് നയിച്ചത്, അതോ ഈ വെള്ളം അകത്തു ചെന്നിട്ട് ശ്വാസകോശത്തിലൊക്കെ വെള്ളം ചെന്ന് അങ്ങനെയാണോ? സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ നമ്മുടെ ഈ ഷോയിലായിരുന്നു ഈ വാർത്ത സംബന്ധിച്ചുള്ള ആദ്യ റിപ്പോർട്ട് പുറത്തു വരുന്നത്. ആ സമയത്തെല്ലാം തന്നെ ഈ കുട്ടികൾക്ക് പൾസ് കിട്ടിയത് ഒരു ആശ്വാസകരമാണ് എന്നുള്ളതായിരുന്നു ആശുപത്രി അധികൃതർ അടക്കം പറഞ്ഞത്. ഈ 3 പേരെയും കൊണ്ടുവരുന്ന സമയത്ത് ഇവർക്ക് പൾസ് ഉണ്ടായിരുന്നില്ല. പിന്നീട് വെന്റിലേറ്ററിലേക്ക് മാറ്റുന്നു, CPR നൽകുന്നു. അങ്ങനെ ഈ കുട്ടികൾക്ക് പൾസ് ലഭിക്കുന്നു. പിന്നീട് ഈ BP നോർമൽ രീതിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമായിരുന്നു ആശുപത്രി അധികൃതർ നടത്തി വന്നത്. പക്ഷേ സ്മിത, ഇതിനകത്തൊരു പ്രശ്നം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഈ പീച്ചിയിൽ ഒരു പള്ളിപ്പെരുന്നാൾ ആഘോഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് ഈ 3 സുഹൃത്തുക്കൾ എത്തുന്നു. അങ്ങനെ 4 അംഗ സംഘം അതിനുശേഷമാണ് ഈ റിസർവെയറിലേക്ക് പോകുന്നത്. പള്ളിപ്പെരുന്നാളൊക്കെ ആയതുകൊണ്ട് തന്നെ ഈ കുട്ടികൾ ഉച്ചഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് ഈ റിസർവെയറിനകത്ത് അടുത്തേക്ക് പോകുന്നത്. ആ സമയത്ത് നല്ല രീതിയിൽ ഈ കുട്ടികൾ ഭക്ഷണം കഴിച്ചിരുന്നു. ഈ വെള്ളത്തിൽ മുങ്ങിത്താഴുന്ന സമയത്ത് ഈ ഭക്ഷണത്തിന്റെ അംശങ്ങൾ ലെൻസിൽ കയറിയതാണ് ഈ മരണത്തിലേക്ക് നയിക്കുന്നത് എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. ഇന്നലെ ആശുപത്രിയിൽ എത്തിച്ച സമയത്ത് തന്നെ ഈ ലെൻസിൽ കുടുങ്ങിയ ഭക്ഷ്യപദാർത്ഥങ്ങളെല്ലാം തന്നെ പുറത്തെടുക്കാൻ ആശുപത്രി അധികൃതർ ശ്രമിച്ചിരുന്നു. പക്ഷേ ഈ വെള്ളവും ഭക്ഷണ പദാർത്ഥങ്ങളും വയറിനകത്ത് വലിയ രീതിയിൽ രൂപപ്പെട്ടത് അത് ഈ ലെൻസിലേക്ക് വീണ്ടും ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ എത്തുന്നതിലേക്ക് നയിക്കുന്നു എന്നുള്ളത് തന്നെയായിരുന്നു ഇന്നലെ ആശുപത്രി അധികൃതർ പറഞ്ഞത്. ഇവരുടെ ജീവൻ നിലനിർത്തുന്നതിലും പ്രതിസന്ധിയായി ഇന്നലെ തന്നെ ആശുപത്രി ചൂണ്ടിക്കാട്ടിയതും അതായിരുന്നു. പക്ഷേ അതിനെല്ലാം ഒരു പരിഹാരം എന്ന നിലയിലായിരുന്നു ഇന്നലെ ആദ്യഘട്ടത്തിൽ ഒരു പൾസ് കിട്ടുന്നു. അതോടൊപ്പം തന്നെ വലിയ പ്രതീക്ഷ ഇവർക്കുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മിത, സാധാരണ ഒരു മുങ്ങിമരണം അല്ലെങ്കിൽ ഒരു ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ വേഗത്തിൽ രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയില്ല. ഇന്നലെ 15 മിനിറ്റിനകം ഇവരെ എല്ലാവരെയും 4 പേരെയും ഈ ഡാമിൽ നിന്ന് രക്ഷിക്കാനായി എന്നുള്ളതാണ് ഈ പ്രദേശവാസികൾ ചൂണ്ടിക്കാണിക്കുന്നത്. അവിടെ ഈ പരിചയസമ്പന്നരായ ആളുകൾ ഉണ്ടായിരുന്നു. 1 കിലോമീറ്ററിന് തൊട്ടടുത്ത് 1 കിലോമീറ്ററിനുള്ളിൽ തന്നെ ആംബുലൻസുകൾ ഉണ്ടായിരുന്നു. ഇവരെ കൊണ്ടുവരുന്ന സമയത്ത് തന്നെ കൃത്യമായി CPR നൽകാൻ കഴിഞ്ഞു. അങ്ങനെ ഈ ആംബുലൻസിൽ വേഗത്തിൽ ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചു. ഇതെല്ലാം തന്നെയായിരുന്നു വലിയ പ്രതീക്ഷ നൽകിയത്. പക്ഷേ ആ പ്രതീക്ഷകളെല്ലാം വിഫലമാകുന്നു. 2 ജീവനുകൾ കൂടി നഷ്ടമായിരിക്കുന്നു. ഇപ്പോൾ ആശുപത്രിയിലുള്ളതിൽ ഒരു കുട്ടിയുടെ നില ഗുരുതരമായി തുടരുന്നു. അതിൽ നിമയുടെ നില മാത്രമാണ് അല്പമെങ്കിലും മെച്ചം എന്ന് പറയാനുള്ളത്. പക്ഷേ ആ കുട്ടിയെ കൂടി ഇപ്പോൾ ഡയാലിസിസിന് ഉൾപ്പെടെ വിധേയമാക്കണമെന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം.
ശരി, സൂരജ് സജിയാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. സങ്കടകരമായ വാർത്തയാണ്. ഇന്നലെ വൈകിട്ട് സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ വൈകിട്ടാണ് ആ വാർത്ത വന്നത്. എന്തായാലും 2 കുട്ടികൾക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നു. മറ്റ് 2 കുട്ടികൾ ചികിത്സയിലാണെങ്കിൽ പോലും അവരുടെ ആരോഗ്യനില അത്രത്തോളം നല്ല സ്ഥിതിയിലല്ല എന്നുള്ള വിവരമാണ് പുറത്തു ഈ 2 ജീവനെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞാൽ അത്രയും ആശ്വാസം എന്നുള്ളതാണ്. ഏറെ സന്തോഷത്തോടുകൂടെ തിരുനാൾ കൂടാൻ വന്ന കുട്ടികളാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് കുറച്ചുകൂടി മാത്രമല്ല, നമ്മൾ പലപ്പോഴും ഈ ജലാശയങ്ങളിൽ ഇറങ്ങുന്നതിനെ കുറിച്ച് എപ്പോഴും പറയുന്നതാണ് അല്ലെ, എല്ലാ ദിവസവും ഇത്തരത്തിൽ മുങ്ങിമരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഇത് കണ്ടിരിക്കുന്ന പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളിത് എപ്പോഴും പറയുന്നതാണ്. ജലാശയം തീർച്ചയായിട്ടും നമുക്കൊക്കെ ഇറങ്ങാൻ ഭയങ്കര കൗതുകം തോന്നും, കൊതി തോന്നും. വെള്ളത്തിൽ ഇറങ്ങുക എന്നൊക്കെ പറയുന്നത് ഒരു രസമാണ്. പക്ഷേ അതിനപ്പുറം അതിൽ ഒളിഞ്ഞിരിക്കുന്ന ഇത്തരത്തിലുള്ള അപകട കെണികളുണ്ട്. അപ്പോൾ അത് തീർച്ചയായും മനസ്സിലാക്കുക എന്നുള്ളത്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ സുരക്ഷ കുറച്ചുകൂടി ഒന്ന് കൂട്ടാൻ തോന്നുന്നു. കാരണം ഈ ബോർഡുകൾ മാത്രം മതിയാകുന്നില്ല എന്നാണ് ഇതൊക്കെ കാണിക്കുന്നത്. അവിടെ കൃത്യമായ ആളുകൾ ഉണ്ടാകണം. ആ രീതിയിൽ കുറച്ചുകൂടെ ശ്രദ്ധിച്ചാൽ പലയിടത്തും ബോർഡുകൾ കാണാറുമില്ല.